From Tiju's Academy, it's me Amalendu. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് how to use singular and plural verbs in sentences. Okay. Good afternoon, Johnny. So, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ എന്നറിയാം. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കില്ല, ബട്ട് പ്ലൂറലിൻ്റെ കൂടെ എസ് ചേർക്കും. ഒന്നുള്ളപ്പം സിംഗുലർ, ദെൻ ഒന്നിൽ കൂടുതലുള്ളപ്പോൾ പ്ലൂറലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിംഗുലറും പ്ലൂറലും നൗൺസിൽ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അല്ലേ? So we are going to study about the singular and plural in verbs. Noun is a thing, name, anything, എന്തെങ്കിലും ഒരു തിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു നെയിം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസസ്, അങ്ങനെയാണ് നൗൺസ് വരിക. Verb is an action word. So you might be thinking if there is singular and plural in verbs also. Yes, there is singular and plural in verbs also, and it depends on the noun or the subject they are depending on. Okay. So, firstly, we have to, okay, just let me take this one. Okay. So, first of all, subject എന്തായിരിക്കും? In a sentence, the subject will be നമ്മുടെ നൗൺ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഐഡിയ എന്താണോ സെൻറ്റൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഐഡിയ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിളിൻ്റെ നോക്കാം നമുക്ക്. ഷീ റൈറ്റ്സ് എവറി ഡേ. ഷീ ഈസ് ദ സബ്ജക്റ്റ് ബിക്കോസ് വി ആർ ഫോക്കസിങ് ഓൺ ഹർ. അവളിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. സോ ഷീ ഈസ് ദ സബ്ജക്റ്റ്. സോ ഫസ്റ്റ് റൂൾ ഓഫ് സിംഗുലർ ആൻഡ് പ്ലൂറൽ വെർബ്സ് എന്താണെന്ന് വെച്ചാൽ, if the subject is singular, the verb is also singular. So നമ്മളുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ ഷീ ആണ്. there is only one girl, so the verb is singular. verb singular ആകുമ്പോൾ there might be a confusion. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചെറിയ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ്, നമ്മൾ നൗണിന് അല്ലെങ്കിൽ സബ്ജക്ട്സ് പ്ലൂറലും സിംഗുലറും ആകുമ്പോൾ, പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ എസ് ചേർക്കും, സിംഗുലർ ആകുമ്പോൾ എസ് എടുത്ത് മാറ്റും. പക്ഷേ വെർബിൽ നേരെ ഓപ്പോസിറ്റാണ്. വെർബിൽ സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കും, പ്ലൂറൽ ആകുമ്പോൾ എസ് മാറ്റും. ഓക്കെ. സോ അതുകൊണ്ടാണ് ഷീ റൈറ്റ്സ് എവറി ഡേ. ഷീ എന്താ ചെയ്യുന്നത്? അവൾ എഴുതുന്നുണ്ട്. അപ്പോൾ എഴുതുന്നത് ഷീ ഈസ് സിംഗുലർ. സോ നമ്മൾ റൈറ്റിൻ്റെ വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കുന്നു? എസ് ചേർക്കുന്നു. ദാറ്റ് ഈസ് വൈ ഷീ റൈറ്റ്സ് എവറി ഡേ. ഇനി അടുത്ത എക്സെപ്ഷൻ, വെൻ യൂസിങ് ദ സിംഗുലർ ദേ, അവിടെ നമ്മൾ പ്ലൂറൽ വെർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ദേ എന്ന് പറയുന്നത് അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ബട്ട് സ്റ്റിൽ അതിനെ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സിംഗുലർ നൗൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ദേയിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പ്ലൂറലാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പാർട്ടിസിപ്പൻറ്റ് എക്സ്പ്രസ്ഡ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദെയർ ജോബ്. ദേ ആർ കറൻ്റ്ലി ഇൻ എ മാനേജറിയൽ റോൾ അറ്റ് ദ ഓർഗനൈസേഷൻ. So, participant ആണ്, there is only one, and their satisfaction with their job, they are currently. Okay, അവരിപ്പോൾ currently. അപ്പോൾ അവിടെ പ്ലൂറൽ എവിടെയാണ് മാറ്റം വന്നതെന്ന് കണ്ടിരുന്നോ? ആറിനാണ് മാറ്റം വന്നത്. ബിക്കോസ് ദേ ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ ദർ. അതുകൊണ്ട് ആറായി ഈസായില്ല. ദ പാർട്ടിസിപ്പൻറ്റ് ഓൺലി വൺ പാർട്ടിസിപ്പൻറ്റേ ഉള്ളൂ, ബട്ട് നമ്മൾ എന്ത് ചെയ്തു? ദേ യൂസ് ചെയ്തു. ആ ദേ യൂസ് ചെയ്യുമ്പോൾ വി യൂസ് ആർ ഇൻസ്റ്റെഡ് ഓഫ് ഈസ്. Okay, so that is the first rule of subject-verb agreement. The first is, if the subject is singular, the verb is also singular. Verb singular ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യും. Okay. Next is also pretty similar ആണ്. If the subject is plural, then the verb is also plural. നമ്മൾ ദേയിൽ കണ്ടതുപോലെ, ഫോർ എക്സാമ്പിൾ, they write every day. അവിടെ ഈ ദേ എന്ന് പറയുന്നത് ദിറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ. ഓക്കെ. സോ ദേ എപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ. സോ വി സേ ദേ റൈറ്റ് എവറി ഡേ. അവിടെ ഷീ ആയിരുന്നെങ്കിൽ ഷീ റൈറ്റ്സ് എവറി ഡേ ആയിരുന്നേനെ. പക്ഷേ സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലറും, ഓക്കെ, സബ്ജക്റ്റും വെർബും സിംഗുലറും പ്ലൂറലും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ, വെർബ് പ്ലൂറൽ. പക്ഷേ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. Sometimes it gets more complicated. For example, when the subject of the sentence is composed of two or more nouns or pronouns, nouns ആകാം, pronouns ആകാം, connected by and. ഓക്കെ, and വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഒരു പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അത് രണ്ട് സിംഗുലർ ആയിക്കോട്ടെ, രണ്ട് പ്ലൂറൽ ആയിക്കോട്ടെ. ഓക്കെ,
ഇഫ് ദ സബ്ജക്ട്സ് ഈസ് രണ്ട് സബ്ജക്റ്റ് ആണ്, രണ്ടുപേരും രണ്ട് സബ്ജക്ട്സും സിംഗുലർ ആണെങ്കിൽ പോലും ഇഫ് ദേ ആർ കണക്റ്റഡ് ബൈ ആൻഡ് വി യൂസ് വെർബ് ഈസ് പ്ലൂറൽ. For example, the doctoral student and the committee members write every day. The doctoral student. For example, the doctoral student is a singular person and the committee members is a plural one. Okay. പക്ഷേ they both are connected by and. And വെച്ച് ചേർക്കുമ്പോൾ the verb we use is plural write. Okay. Another example, the percentage of employees who called in sick and the number of employees who left their jobs within 2 years are reflective of the level of job satisfaction. So, the percentage of the employees, the number of employees. These both are the subjects and these both can be considered as a singular. Both are singular. അത് രണ്ടും കൂടി ചേരുമ്പോൾ and വെച്ച് കണക്ട് ചെയ്യുമ്പോൾ the verb is are. A-R-E, are ആണ് യൂസ് ചെയ്യുന്നത്. So, I hope you understand. രണ്ട് subjects, even if they are singular or plural, if they are connected by and, we use plural verb. Okay. Next is, when there is one subject and more than one verb. ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് തന്നെ നമുക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട് ആൻഡ് നമ്മൾക്ക് ഒരുപാട് വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു കുറേ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ സെൻറ്റൻസിനകത്ത് നമുക്ക് ഒരു കുറേ എക്സ്ട്രാ എന്താ പറയുക വെർബ്സ് ഉണ്ടാവും, പക്ഷെ ഒറ്റ നൗണേ കാണത്തുള്ളൂ. സോ ഇൻ സച്ച് സെൻറ്റൻസസ് ഓൾ ദ വെർബ് എഗ്രീസ് വിത്ത് ദ വൺ സബ്ജക്റ്റ്. ഈ എല്ലാ വെർബും ഈ ഒറ്റ സബ്ജക്റ്റിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. For example, interviews are one way to collect data and allow researchers to gain an in-depth understanding of participants. So, interviews are avade the subject. Interviews are. Interviews is plural, so the verb is are. Then are one way to collect data. Collect is also a verb and avadeyum collect aanu use cheyidirikkunne. And allow. Okay, allow is also a verb. So, there is also plural. S ഒന്നും അതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. Okay. Next example. An assumption is something that is generally accepted as true and is an important consideration when conducting a doctoral study. Okay. അതിനകത്ത് assumption ആണ് subject. So, when assumption എന്ന് പറയുമ്പോൾ there is only one assumption. So, it is a singular subject. അപ്പോൾ ആ assumptionൽ എന്തൊക്കെയാണ്? എല്ലായിടത്തും is ആണ് വന്നിരിക്കുന്നത്. See, in that sentence, everything is singular because the first subject or the only subject in that sentence is a singular subject. Okay. So, നമ്മളുടെ സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ സെൻറ്റൻസിലെ ആകെയുള്ള ഒരൊറ്റ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും ആ സെൻറ്റൻസിലെ ഫുൾ വെർബും. ഓക്കെ. ഓക്സിലറി വെർബ് ആവാം, അല്ലാത്ത വെർബ് ആവാം. ബോത്ത് ഡിപ്പെൻഡ് ഓൺ ദ സബ്ജക്റ്റ് ഓഫ് ദാറ്റ് സിംഗിൾ സെൻറ്റൻസ്. പിന്നെ നിങ്ങൾ വേറൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലെ സബ്ജക്റ്റ് മാറിയെങ്കിൽ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സെൻറ്റൻസിനകത്തെ വെർബ് ഫുള്ള് വരുന്നത്. ഓക്കെ. സോ നിങ്ങൾ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിനെ വെച്ചു, പിന്നീട് അതിനെ മാറ്റാതെ സെയിം വെർബ് തന്നെ എടുക്കരുത്. നിങ്ങളുടെ ഓരോ സെൻറ്റൻസിനകത്തും ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെയാണ് ഒരു സെൻറ്റൻസ് എന്നറിയാമല്ലോ. ആ ഓരോ സെൻറ്റൻസിനകത്തും ഏതാണ് സബ്ജക്റ്റ്, വിച്ച് ഈസ് ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ആൻഡ് ഹൗ ദ വെർബ്സ് വിൽ ബി അഫക്റ്റഡ്. ഓക്കെ. സോ IELTSനകത്ത് മെയിനായിട്ട് റൈറ്റിംഗ് എസ്സേസിലും അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിങ്ങിലും റൈറ്റിംഗ് ടാസ്കിൽ കൂടുതൽ പേരും ഈ സിംഗുലർ പ്ലൂറൽ വെർബ് ഫോംസ് തെറ്റിക്കാറുണ്ട്. സോ ഫ്രം നൗ ഓൺ കീപ്പ് ഇൻ മൈൻഡ് ദീസ് റൂൾസ്. വെർബ് സിംഗുലർ ആണെങ്കിൽ നൗൺ സിംഗുലർ ആണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് വിൽ ബി സിംഗുലർ ആൻഡ് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ വെർബ് വിൽ ബി പ്ലൂറൽ ആൻഡ് ഇഫ് ദേ ആർ കണക്റ്റഡ് ബൈ and two subjects connected by and the verb will be plural and in a sentence if the subject is singular or plural all the verbs in that sentence will depend on this single subject. Okay. Then there is another rule. When a phrase comes between the subject and the verb, remember that the verb still agrees with the subject, not the noun or pronoun in the phrase following the subject or the sentence. Okay. For example, the student as well as the committee members is excited. So, അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം.
ഇവിടെ ദ സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ആസ് വെൽ ആസ് ദ എന്ന് പറഞ്ഞൊരു ഫ്രേസ് വന്നു. സി ആസ് വെൽ ആസ് ദ എന്നൊരു ഫ്രേസ് വന്നിട്ട് ദെൻ ദർ ഈസ് അനദർ ഒബ്ജക്റ്റ് ആസ് വെൽ ആസ് ദ കമ്മിറ്റി മെമ്പേഴ്സ് ഈസ് എക്സൈറ്റഡ് ആണ്. വെർബ് ഈസ് ആണ് വന്നിരിക്കുന്നത്. വെർബ് ഈസ് സിംഗുലർ ബിക്കോസ് ദ മേജർ സബ്ജക്റ്റ് ഓർ ദ മെയിൻ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ദ സ്റ്റുഡൻറ്റ്. മെയിൻ ഫോക്കസ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ് ഈസ് ഓൺലി ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ അതിനിടയ്ക്കൊരു ഫ്രേസ് വന്നു, കണക്ട് ചെയ്തിട്ടില്ല. ആസ് വെൽ ആസ് ദ കമ്മിറ്റി മെമ്പേഴ്സ് എന്നുള്ള ഒരു ഫുൾ ഫ്രേസ് ആണ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ ഫുൾ ഫ്രേസ് ആൻഡ് ദെൻ the verb still agrees with the subject which is the student. Student is singular, thereby the verb is singular, is. Then student with all the master's degrees is very motivated. The student ആണ് അവിടെ സബ്ജക്റ്റ്, with all the master's degrees ആണ് phrase. So സ്റ്റുഡൻറ്റിൻ്റെ ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി, so student is the subject. Student with all the master's degrees is very motivated. There also the subject is singular, so the verb is singular. Next, strategies that the teacher uses to encourage classroom participation include using small groups and clarifying expectations. So, strategies എന്ന് പറയുന്ന first word, that is the main subject. Strategies that the teacher uses to encourage classroom participation. Okay, so for example, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും എന്ത്, അതിനിടയ്ക്കൊരു ഫ്രേസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് വേറെ മാറി ഇതിനകത്തൊരു ഒബ്ജക്റ്റ് എന്ത് വന്നു കഴിഞ്ഞാലും നൗണോ പ്രോനൗണോ എന്ത് തന്നെയാണെങ്കിലും ദ വെർബ് വിൽ എഗ്രി വിത്ത് ദ സബ്ജക്റ്റ്. ഓക്കെ, so the example is strategies that the teacher uses to encourage classroom participation include using small groups and clarifying expectations. So if you think a little bit, ഇവിടെ നമുക്ക് രണ്ട് സബ്ജക്റ്റ് ഉണ്ടോ എന്ന് കൺഫ്യൂഷൻ വരാം. ഫസ്റ്റ് ഈസ് സ്ട്രാറ്റജീസ്, ദെൻ ദ ടീച്ചർ. സോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്ന സാഹചര്യങ്ങളിൽ ഇൻ ദിസ് എക്സാമ്പിൾ ലെറ്റ്സ് ലുക്ക് ഹൂ ഈസ് യൂസിങ് ദ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഹൂ ഈസ് ദ വൺ ഡൂയിങ് ദ ആക്ഷൻ. ദ വൺ ഡൂയിങ് ദ ആക്ഷൻ ഈസ് ദ സബ്ജക്റ്റ്, റൈറ്റ്? സോ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒരു മെയിൻ വേർഡാണ്. സ്ട്രാറ്റജീസിലേക്കാണ് നമ്മുടെ ഫോക്കസ് മെയിനായിട്ട് പോവുക. ബട്ട് think twice and see that the teacher uses to encourage classroom participation. Strategies is used by teacher and the teacher is the main subject. Okay, so there is no നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ബിക്കോസ് സബ്ജക്റ്റ് മെയിൻ വേർഡായിട്ട് ഫസ്റ്റ് വേർഡ് തന്നെ സബ്ജക്റ്റ് വരണമെന്ന് ദർ ഈസ് നോ ഉറപ്പൊന്നുമില്ല. സോ ഇങ്ങനെയും വരാം, സ്ട്രാറ്റജീസ് ദാറ്റ് ദ ടീച്ചർ യൂസസ് ടു എൻകറേജ് ദ ക്ലാസ് റൂം. അപ്പോൾ ടീച്ചറാണ് സബ്ജക്റ്റ്, ദാറ്റ് ഈസ് വൈ ദ വെർബ് ഈസ് യൂസസ്. പിന്നെ സ്ട്രാറ്റജീസ് ദാറ്റ് ദ ടീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ സ്ട്രാറ്റജീസ് ദാറ്റ് ദ ടീച്ചേഴ്സ് യൂസ് ടു എൻകറേജ് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ എന്ന് വന്നേനെ. ഓക്കെ, സോ ദ വൺ ഹൂ ഡസ് ദ ആക്ഷൻ ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ് ഇൻ എ സെൻറ്റൻസ്. സോ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ മെയിൻ വേർഡ് ആയിരിക്കില്ല മോസ്റ്റ്ലി സബ്ജക്റ്റ് വരുന്നത്. ദെൻ Next example, the focus of the interviews was 9 purposely selected participants. So ഇവിടെയും സംശയം വരാം, the focus ഉണ്ട്, interviews ഉണ്ട്. But the main എന്താണ്, the focus of the interviews ആണ്. So ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് ആണ് പറയുന്നത്. ഫോക്കസ് ഓഫ് ദ ഇൻ്റർവ്യൂസ് ആകുമ്പോൾ ഫോക്കസ് എന്ന് പറയുന്ന ഒറ്റ വേർഡായിരിക്കും വരുന്നത്. So that is why the focus of the interviews was 9 purposely selected candidates അല്ലെങ്കിൽ participants. Okay, so this might be a little confusing, but remember this, that the person or the main one who is doing the action is the subject. So in a sentence the subject is the one doing the action and not the action itself. Okay, സോ വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ് ആണെന്ന് പറയാം, ബട്ട് അല്ലാതെ തന്നെ ഒരു സെൻറ്റൻസിൽ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദ വൺ ഹൂ ഡസ് ദ ആക്ഷൻ ഈസ് ദ സബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെൻ ടു ഓർ മോർ സിംഗുലർ നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ കണക്റ്റഡ് ബൈ ഓർ നോർ യൂസ് എ സിംഗുലർ വെർബ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു രണ്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ വെർബ് പ്ലൂറൽ വരും. ആൻഡ് വെച്ച് സിംഗുലറിനെയോ പ്ലൂറലിനെയോ കണക്ട് ചെയ്താലും എന്താണ് വരിക, പ്ലൂറൽ വെർബാണ് വരിക. പക്ഷേ ഓറിൻ്റെയും നോറിൻ്റെയും കാര്യത്തിൽ സിംഗുലർ നൗൺസിനെയോ പ്രോനൗൺസിനെയോ
സിംഗുലർ ആയിട്ടുള്ള പ്രോനൗണിനെയോ സിംഗുലർ ആയിട്ടുള്ള നൗണിനെയോ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ വെർബ് വിൽ ബി സിംഗുലർ. Okay, for example, the chairperson or the CEO approves the proposal before proceeding. So, the chairperson is a singular one and the CEO is also singular. The chairperson or the CEO approves. Approves is the verb. So, approve verbo plural avum, approves verbo singular avum. This chairperson or the CEO approves the proposal before proceeding. Okay. So, and in the case of in the case of and here രണ്ട് സബ്ജക്റ്റും സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വെർബ് പ്ലൂറൽ വരും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓർ നോർ രണ്ട് സബ്ജക്റ്റും സിംഗുലർ നൗൺസോ അല്ലെങ്കിൽ സിംഗുലർ പ്രോനൗൺസോ ആണെങ്കിൽ എന്ത് വരും? വെർബ് സിംഗുലർ വരും. ഇവിടെ നമുക്ക് ചെയർപേഴ്സൺ ഓർ ദ സിഇഒ ബോത്ത് ആർ നൗൺസ് ആണ് അല്ലെങ്കിൽ ബോത്ത് ആർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോനൗൺസ് കയറ്റി നോക്കാം. ഹി ഓർ ഷീ. ഹി ഓർ ഷീ എന്ന് പറയുന്നത് ദർ ഈസ് 2 പ്രോനൗൺസ് ആണ്. അപ്പോൾ ആ രണ്ട് പ്രോനൗൺസും രണ്ടും സിംഗുലർ ആണ്, ഹി ആൻഡ് ഷീ ആണ്. ഓക്കെ, ഹി ആൻഡ് ഷീ വരുമ്പോഴും ഹി ഓർ ഷീ അപ്രൂവ്സ് ദ പ്രൊപ്പോസൽ ബിഫോർ പ്രൊസീഡിങ് എന്ന് തന്നെയാണ് വരിക. ഓക്കെ, സോ 6 rules ആണ്. ഫസ്റ്റ് 6 rules ആണ് how to use singular and plural verbs in sentences, and there is another 6 rules which we will discuss in the following classes. Okay, so let's recap the main points. First of all, the subject and verb. Subject is the one doing the action in a sentence. Then if the subject is singular, verb will be singular. വെർബിന് സിംഗുലർ വരുമ്പോൾ ഇൻ ദ കേസ് ഓഫ് വെർബ് നമ്മൾ എസ് ആഡ് ചെയ്യും. വെർബ് പ്ലൂറൽ ആകുമ്പോൾ എസ് മാറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് റൂൾ ഈസ് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ ദ വെർബ് വിൽ ഓൾസോ ബി പ്ലൂറൽ. നെക്സ്റ്റ് റൂൾ ഈസ് when the subjects or of the sentence is composed or connected by and, then we use a plural verb. Whether the two subjects are singular or plural, in both condition we use plural verbs. Okay. Then another one, when there is one subject and more than one verb in a sentence, the whole verbs in the sentence agrees with the singular subject, or singular subject alla the main subject of the verb. Adu subject singular aanengilum plural aanengilum the whole verbs in the sentence agrees with the subject. Okay. The next is when a phrase comes between the subject and verb. When there is a ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ if there is even ഒരു കുറേ വേർഡ്സ് അതിനിടയ്ക്കുണ്ട്, that is why we are called phrase. Group of words ആണ് phrase. ആ phrase വന്നു കഴിഞ്ഞാലും the verb still agrees with the subject and not the noun or pronouns that comes after. Okay. So in such sentences we sure to understand which one is the subject and which one is the phrasal verbs. Phrases. Okay. Then next is when two or more subjects are connected by or nor. If they are singular, then we use a singular verb. ഓറിൻ്റെയും നോറിൻ്റെയും യൂസ് ചെയ്ത് രണ്ട് സിംഗുലർ നൗൺസിനെ അല്ലെങ്കിൽ പ്രോനൗൺസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും വാട്ട് വിൽ വി യൂസ് സിംഗുലർ വെർബ്. ഓറിൻ്റെയും നോറിൻ്റെയും നെക്സ്റ്റ് ഒരു റൂളുണ്ട് ആൻഡ് ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഗോയിങ് very helpful for you. If you have any doubts, please comment below and I will be sure to answer that. Okay, so until we see again, thank you.